തൃശൂരിൽ നടന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെ വലിയ ചർച്ചകളാണ് സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. പലതരത്തിൽ ചിത്രീകരിച്ച് ഈ നാടകത്തെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉപയോഗിക്കുമ്പോൾ ആ നാടകം അരങ്ങിലെത്തിച്ച ചിന്നൂസ് നമുക്കൊപ്പമുണ്ട്. കണ്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ? വളരെ മോശമായ രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സമൂഹ മാധ്യമങ്ങളിൽ ഈ നാടകത്തെ ഉപയോഗിക്കുന്നത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ നാടകം? ആ നാടകം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ് പറയുന്നത്. നമ്മുടെ ഭരണകൂട ഭീകരതകളെ കുറിച്ച്, വലതുപക്ഷ ഭരണകൂട ഭീകരതകളെ കുറിച്ചാണ് നമ്മൾ നാടകത്തിലൂടെ പ്രതിപാദിക്കുന്നത്. നാടകം തുടങ്ങുന്നത് 1975 അടിയന്തരാവസ്ഥയിൽ നിന്നാണ്. നമുക്കറിയാം, അടിയന്തരാവസ്ഥയിൽ മിസ എന്ന ആക്ട് പ്രകാരം നാടക പ്രവർത്തകരെയും എഴുത്തുകാരെയും കലാ സാംസ്കാരിക പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ മിസ എന്ന ആക്ട് കൊണ്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒരു വ്യക്തിയാണ് സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന നാടക പ്രവർത്തക, എഴുത്തുകാരി, സിനിമ അഭിനേത്രി. അവര് ജയിലിലടക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടും മാത്രമാണ്. അന്നത്തെ ഭരണകൂട ഭീകരതകളെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടും ഇന്ദിരാഗാന്ധിയെ ചോദ്യം ചെയ്തതുകൊണ്ടും മാത്രമാണ്. അവർക്ക് സ്നേഹലത റെഡ്ഡിക്കെതിരെ ഒരു തെളിവുകൾ പോലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും അവര് പ്രതികരിച്ചത് കൊണ്ട് മാത്രം അവര് ജയിലിലടക്കപ്പെടുകയാണ് ചെയ്തത്. ആസ്മ രോഗിയായ സ്നേഹലത റെഡ്ഡിക്ക് ജയിലിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളുണ്ട്. തക്കമായ ചികിത്സകൾ കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, ബന്ധുമിത്രാദികളെ കാണാൻ അനുവദിക്കാതെ അവരെ നഗ്നയാക്കി ആക്രമിച്ച ആ കാര്യങ്ങളൊക്കെ അവരുടെ പ്രിസൺ ഡയറി എന്ന ജയിൽ ഡയറി എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ട ആ ചെറിയ വീഡിയോനകത്തുള്ള നാടകത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. എന്നാൽ ഇത് സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം മാത്രമല്ല നമ്മൾ ഈ നാടകത്തിൽ പറയുന്നത്. 1975 നിന്നും 2026 BJP ഭരണകൂടത്തിനെതിരെയും നമ്മൾ കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് തന്നെ നമ്മൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതില് ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് സ്റ്റാൻ സ്വാമിയെ കുറിച്ചും EVM മെഷീൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ഗൗരി ലങ്കേഷിനെ കുറിച്ചും നമ്മുടെ ഇന്ത്യൻ ജനതയെ വലിയ രീതിയിൽ ഭീതിയിലാഴ്ത്തിയ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഈ നാടകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ ഇരയാക്കപ്പെട്ട ബിൽക്കിസ് ബാനു ഇതിലൊരു കഥാപാത്രമാണ്. അതിന് നേതൃത്വം കൊടുത്ത മായ കോടാനി അവരിതിലൊരു കഥാപാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ സ്നേഹലത റെഡ്ഡി ആയിട്ട് മാത്രമല്ല ഇതിൽ അഭിനയിക്കുന്നത്. സ്നേഹലത റെഡ്ഡിയെ ആയിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ ഞാൻ തന്നെയാണ് ഇന്ദിരാഗാന്ധിയായിട്ടും അഭിനയിക്കുന്നത്. വേട്ടക്കാരനും ഇരയും ഒക്കെ ആയിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ വർത്തമാന കാലത്തേക്ക് വരികയാണെങ്കിൽ മായാക്കോടാനിയായിട്ടും ഞാൻ അഭിനയിക്കുന്നുണ്ട്, ഗൗരി ലങ്കേഷ് ആയിട്ടും ഞാൻ അഭിനയിക്കുന്നുണ്ട്. 4 ആർട്ടിസ്റ്റുകൾ മാത്രമുള്ള നാടകമാണ് മിസ. അതിൽ ഒരു വ്യക്തി തന്നെ 10ഓളം കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. 38 കഥാപാത്രങ്ങൾ, ജീവിച്ചതുമായ ഇപ്പോഴും ജീവിക്കുന്നതുമായ 38ഓളം കഥാപാത്രങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ വാനിഷ് ചെയ്തുകൊണ്ട്, ഈ രാഷ്ട്രീയ വിഷയത്തിനെ വാനിഷ് ചെയ്തുകൊണ്ട് അവരിതിനെ ഒരു വികൃതമായ രൂപത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിലേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയുണ്ട്. അത് അവരുടെ സദാചാര ബോധത്തിന്റെ വിഷയം മാത്രമല്ല. അത് സദാചാര ബോധത്തിൽ നിന്ന് മാത്രം ഉണർന്നു വന്ന ഒരു അശ്ലീല വീഡിയോ അല്ല അത്. ആ വീഡിയോയില് ഞങ്ങളുടെ ആ യഥാർത്ഥ വീഡിയോയുടെ പുറകിൽ കൃത്യമായിട്ട് ഞങ്ങൾ എന്താണോ ആ സീനിൽ ഉദ്ദേശിച്ചത്, ആ സീക്വൻസിൽ ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, അത് കൃത്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നെറേഷൻ അവർ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ആ നെറേഷൻ കേട്ടവർ പിന്നീട് അവർക്ക് ആ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവര് അത് വേറെ രീതിയിൽ അവർക്ക് വികൃതമായ രൂപത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അശ്ലീലമായ മ്യൂസിക്കുകൾ കൂട്ടിച്ചേർത്ത് അവര് അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത്. ഇത് 2 കാര്യമാണ്. ഒന്ന്, ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ശോഭ കെടുത്തുക. മിസയുടെ
ആദ്യത്തെ വേദിയല്ല DYFയുടെ സംസ്ഥാന വേദിയിൽ നടന്ന ആ പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ 9ാമത്തെ സ്റ്റേജാണ്. അതിന്റെ മുന്നേയും ഞങ്ങൾ ചെയ്തിരിക്കുന്ന DYFയുടെ വിവിധ ജില്ലാ സമ്മേളനങ്ങളും കർഷക സംഘ സമ്മേളനങ്ങളും അതുകൂടാതെയുള്ള ഇടതുപക്ഷ പുരോഗമന കലാസാഹിത്യ വേദികളിലുമാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രശ്നം DYFയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവർക്ക് DYFയുടെ സംസ്ഥാന സമ്മേളനം ശോഭ കെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, രാഷ്ട്രീയ കുബുദ്ധിയോട് കൂടി തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, അവര് എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനല്ല ശ്രമിച്ചത്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിനെയാണ് എതിർക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവര് വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലൊരു അശ്ലീല വീഡിയോ ആ ആർട്ടിസ്റ്റിനെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റ് തളർന്നു പോകും, ഈ നാടകം പറയുന്ന രാഷ്ട്രീയം ആളുകളിലേക്ക് എത്തില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സദാചാര ബോധം എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു അശ്ലീല വീഡിയോ എന്ന് മാത്രമുള്ള രീതിയിൽ നമ്മളിത് പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. അപ്പൊ പിന്നീട് ഈ നമ്മുടെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ വരെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഈ നാടകത്തിന് എന്ത് കിട്ടില്ല, വേദി കിട്ടില്ല. അങ്ങനെ വേദി കിട്ടാതാവുമ്പോൾ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടില്ല. അതാണ് അവർ ഉദ്ദേശിച്ചത്. കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടിയാണ് അവർ ആ കാര്യം ചെയ്തിരിക്കുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് DYFI തന്നെ ഇത് മുൻകൈ എടുത്ത് നമുക്ക് വേദി തരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുകൊണ്ടൊന്നും ചിന്നൂസ് ചിലങ്ക തളർന്നു പോകില്ല. കാരണം നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തളർന്നു പോകുന്ന ആളല്ല ഞാൻ. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസമാണ്. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കലാപ്രവർത്തനത്തിലൂടെ എൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും തളർന്നു പോകില്ല, മുന്നോട്ട് പോകും, രാഷ്ട്രീയം പറയും, സംഘടിക്കും, സമരം ചെയ്യും. കാരണം ചോദ്യം ചോദിക്കുന്നത് വരെ ഞങ്ങൾ ഉത്തരം കിട്ടുന്നത് വരെ ഞങ്ങൾ ചോദ്യം ചോദിക്കും. കാരണം ഈ രാജ്യം ആരുടെയും തറവാട്ട് വക സ്വത്തല്ല, ഇത് ജനങ്ങളുടേതാണ്, അടിസ്ഥാന വർഗത്തിൻ്റെതാണ്. അതുകൊണ്ട് ഒരു തരത്തിലും തളരില്ല, മുന്നോട്ട് പോകും. മിസ വീണ്ടും കളിക്കും. നാളെ ഇപ്പം വേദി വീണ്ടും തന്നിരിക്കുകയാണല്ലേ, അതൊരു വലിയ മാറ്റമല്ലേ? അതായത് എന്തിനാണോ അവർ ശ്രമിച്ചത് അതിനേക്കാൾ ഇരട്ടി ഊർജം നിങ്ങൾക്ക് ലഭിക്കും അല്ലെ? ഒരുപാട് ആളുകൾ വിളിക്കുന്നില്ലേ? തീർച്ചയായും ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്, നാടകങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. DYFI പോലെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ അതിന് മുന്നിട്ടിറങ്ങുന്നു എന്ന് പറയുന്നത് വളരെ 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 സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അവരെ എവിടെയാണോ അതിനെ തളർത്താൻ ശ്രമിച്ചത് അവിടെ തന്നെ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളത് കളിച്ച് ഞങ്ങളത് വിജയിപ്പിച്ച് തിരിച്ചു വരും. എന്തായാലും വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് തങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും വരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇവർ ചിന്നൂസ് പറയുന്നത്. എന്തായാലും നാളെ DYFIയുടെ വേദിയിൽ വീണ്ടും ആ നാടകാവതരണം ഉണ്ടായിരിക്കുന്നതുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.